മരണപ്പെട്ടവരുടെ കടബാധ്യതകളെക്കുറിച്ച്. അതുപോലെ ഒരാൾ മരണപ്പെട്ടാൽ അവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മർമ്മകാര്യങ്ങളെക്കുറിച്ച് 2-3 ഇവിടെയും പറയുകയാണ്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ട മർമ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അവരുടെ കടബാധ്യതകൾ വീട്ടുക എന്നത്. നമ്മുടെ ഉപ്പ മരണപ്പെട്ടു, നമ്മുടെ മകൻ മരണപ്പെട്ടു, അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, അങ്ങനെ പറയാൻ കാരണം നമ്മൾ മരിച്ചാൽ നമ്മളത് കടം വീട്ടപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടമില്ലാതെ ജീവിക്കാൻ നോക്കുക. അൽഹംദുലില്ലാ, ഞാൻ നിങ്ങളോടത്തും പോയി സന്തോഷം പറയും, എനിക്ക് 5 പൈസയുടെ കടമില്ലാണ്, കുറച്ച് ഇങ്ങോട്ട് കിട്ടാണ്ട്, അത് കിട്ടിയില്ലെങ്കിലും എൻ്റെ ആഖിറത്തിനെ ബാധിക്കില്ല. എനിക്കെവിടെയും കടമില്ല. അത് ഞാൻ സമ്പന്നനായതുകൊണ്ടൊന്നുമില്ല, എനിക്ക് കടം വാങ്ങാതെ ജീവിക്കാൻ വലിയൊരു ആഗ്രഹമാണ്. സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറക്കും പറഞ്ഞാൽ, അങ്ങനെ വലിയ വണ്ടി കാണുമ്പോൾ കൊല്ലം ഞാൻ വണ്ടി മാറ്റൂല. അങ്ങനെ മൂപ്പർക്ക് നല്ലൊരു വണ്ടി ഉണ്ട്, അപ്പം ഉസ്താദിൻ്റെ വണ്ടി ഒന്ന് മാറ്റട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് എൻ്റെ മദീന. അപ്പോൾ അള്ളാഹു താല നമ്മളുള്ള ഹലാൽ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു മനഃശക്തി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വണ്ടി മാറ്റികളൊക്കെ ഞാൻ ഹറാമാണെന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമല്ല കേട്ടോ, ഞങ്ങനൊന്നും അർത്ഥം വെക്കേണ്ട. വണ്ടി ഇടക്ക് മാറ്റുന്നതൊക്കെ ഹറാമാണെന്നൊന്നും ഞാൻ പറഞ്ഞതിനർത്ഥമല്ല. ഹലാലായ കാശുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലാതെ അത് ഒരു അയിമ പിടിച്ചിട്ട് അങ്ങനെ എല്ലാവരെയും കുറിച്ച് മോശമായിട്ട് നമ്മൾ വിചാരിക്കണ്ട. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കാൻ വേഗം എളുപ്പമാണ്. സൂക്ഷ്മത തന്നെ അവനവൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, മറ്റുള്ളവർ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും വകുപ്പ് കണ്ടെത്തുക എന്നുള്ളതല്ല. ഇപ്പോൾ മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ ആദ്യമായിട്ട് മർമ്മം നമ്മൾ കാണേണ്ടത് അവരുടെ കടങ്ങൾ വീട്ടുക എന്നുള്ളതാണ്. കടങ്ങൾ വീട്ടുമ്പോൾ മരണപ്പെട്ട വ്യക്തിക്ക് 2 രീതിയിലുള്ള കടമുണ്ടാകും. മതപരമായ കടബാധ്യതകളും ഉണ്ട്, മനുഷ്യരുമായുള്ള കടയിടപാടുകളും ഉണ്ട്. ഉദാഹരണത്തിന് സക്കാത്ത് ജീവിതകാലത്ത് നിർബന്ധമായിരുന്നു, കൊടുത്തു വീട്ടിയിട്ടില്ല, മതപരമായ കടബാധ്യതയാണ്. സക്കാത്ത് കൊടുക്കാത്ത കച്ചവടക്കാരൊക്കെ മരിച്ചുണ്ടാവുന്ന ഉറപ്പാണ്. സക്കാത്ത് ജീവിതകാലത്ത് മരിച്ചതിൻ്റെ ശേഷം പിന്നെ സക്കാത്ത് നിർബന്ധമാവില്ല. ജീവിതകാലത്ത് സക്കാത്ത് നിർബന്ധമായിരുന്നു, കൊടുത്തു വീട്ടിയിട്ടില്ല, ആ കച്ചവടക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു. 10 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം കച്ചവടം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല, അയാളുടെ സക്കാത്ത് മതപരമായ കടബാധ്യതയായി കിടക്കുന്നു. ഹജ്ജ് ജീവിതകാലത്ത് നിർബന്ധമായിരുന്നു, ഹജ്ജ് ചെയ്തിട്ടില്ല, അയാൾ മരിച്ചിരിക്കുന്നു, അയാളുടെ ഹജ്ജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മതപരമായ കടബാധ്യതയായി കിടക്കുന്നു. പിന്നെ മനുഷ്യരായിട്ടുള്ള കടബാധ്യത വാങ്ങിയതും കൊടുക്കുന്നതും എല്ലാവർക്കും അറിയാം. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മതപരവും മനുഷ്യരുമായുള്ള എല്ലാ കടയിടപാടുകളും വീട്ടൽ നിർബന്ധമാണ്. അയാൾക്ക് സമ്പത്തില്ലെങ്കിൽ, മരിക്കുമ്പോൾ അയാൾക്ക് സമ്പത്തില്ല, എന്നാൽ ആ ഉപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമല്ല. മക്കളുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കടം വീട്ടൽ സുന്നത്തേ ഉള്ളൂ. ഉപ്പ രക്ഷപ്പെട്ടോട്ടെ, ഉപ്പ സലാമത്തായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഉപ്പയുടെ കടം മരിക്കുമ്പോൾ ഉപ്പയ്ക്ക് അനന്തര സ്വത്ത് ബാക്കിയില്ലെങ്കിൽ ഉപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമല്ല. പക്ഷേ ഞങ്ങളുടെ ഉപ്പ കടം കൊണ്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട്, കുടുങ്ങും എന്നതിൻ്റെ പേരിൽ സ്വന്തം കാശെടുത്തിട്ട് മക്കൾ ആ ഉപ്പയുടെ കടങ്ങൾ വീട്ടൽ ഇസ്ലാമിൽ സുന്നത്താണ്. മരണപ്പെട്ട ഉപ്പയ്ക്ക് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് തീരുന്നത് വരെയുള്ള കടങ്ങൾ വീട്ടൽ അവകാശികൾക്ക് നിർബന്ധമാണ്. മിംബഅദി വസിയ്യത്തി യൂസാ ബിഹാ ഔ ദൈൻ, കടബാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് ഈ അനന്തരാവകാശം എന്ന സംഗതി ഉള്ളത്. എൻ്റെ അടുത്തൊരു ചോദ്യം വന്നു, ഒരാൾ മരിച്ചു, അയാൾക്ക് കുറച്ച് തോനെ കടമുണ്ട്, പക്ഷെ അയാൾക്ക് ചെറിയ 2 കുട്ടികളാണ്, നന്ന ചെറിയ കുട്ടികളാണ്, യത്തീം കുട്ടികളല്ലേ, അയാളുടെ ആ സ്വത്ത് വിറ്റിട്ട് കടം വീട്ടാൻ പറ്റുമോ? അത് യത്തീം കുട്ടികളെ സ്വത്തല്ലേ എന്നാണ് ചോദ്യം. എൻ്റെ മറുപടി എന്നാൽ ദീനിൻ്റെ നിയമം ഇല്ല, അത് യത്തീം കുട്ടികളെ സ്വത്തല്ല, അത് വിറ്റിട്ട് കടം വീട്ടണം. കാരണം ഉപ്പ മരണപ്പെട്ടാൽ ഈ ചെറിയ മക്കൾക്ക് അവകാശം എന്ന് വരുന്നത് അവരുടെ ഉപ്പക്ക് സമ്പത്തുണ്ടെങ്കിലാണ്. അവരുടെ ഉപ്പയുടെ കടം വീട്ടിയാൽ ബാക്കിയൊന്നുമില്ല, അതുകൊണ്ട് അവർക്ക് സമ്പത്തില്ല. സമ്പത്തിൽ അതിന് കടമല്ല, ഒരാളെ ഉപ്പക്ക് സമ്പത്തില്ലാതെ മരിച്ചാൽ മക്കൾക്ക് അവകാശം ഉണ്ടാവില്ലല്ലോ. അനന്തരാവകാശം എന്ന് പറയുന്ന നിയമം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് മിംബഅദി വസിയ്യത്തിൻ യൂസാ ബിഹാ ഔ ദൈൻ. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ കടങ്ങൾ മുഴുവനും വീട്ടിയതിന് ശേഷം ഇനിയും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിലാണ് അവകാശികൾക്ക് ഉണ്ടാവുക. കടം വീട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മതപരമായ കടം സക്കാത്ത് നിർബന്ധമായത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആളുകളിൽ നിന്ന് കടം വാങ്ങിയ സംഖ്യയുണ്ട്, എല്ലാം വീട്ടണം. എല്ലാം കൂടി വീട്ടാൻ സമ്പത്തില്ലെങ്കിലോ, മരണപ്പെട്ട വ്യക്തിക്ക് മനുഷ്യരുമായുള്ള കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ട്, സക്കാത്ത് നിർബന്ധമായത് കൊടുക്കാതെ ബാക്കി വെച്ചതുണ്ട്. ഇങ്ങനെ മതപരവും മാനുഷികവുമായ കടങ്ങളെല്ലാം കൂടി ബാക്കിയുണ്ട്. എല്ലാം കൂടി വീട്ടാൻ സമ്പത്ത് തികയൂല. എന്താ വേണ്ടത്? സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ,
മനുഷ്യരുടെ കടങ്ങളെക്കാൾ വീട്ടുന്നതിൽ മുൻഗണന നൽകേണ്ടത് മതപരമായ കടങ്ങൾക്കാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫത്തുൽ മുഹ്താജിൽ എഴുതി വെച്ചത് മുഖദ്ദമൻ മിൻഹാ ദൈനുല്ലാഹി അലാ ദൈനിൽ ആദമിയ്യി. മരണപ്പെട്ട മയ്യത്തിൻ്റെ കടങ്ങൾ വീട്ടുമ്പോൾ മനുഷ്യരുടെ കടങ്ങളെക്കാൾ മതപരമായ കടബാധ്യതകളാണ് വീട്ടേണ്ടത്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് കുറച്ച് ഭൂമിയുണ്ട്, അനന്തരസ്വത്ത് ഭൂമിയും കാശൊക്കെ പെടും. അയാൾ 10 കൊല്ലം കച്ചവടം നടത്തിയിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ല. അയാൾ മനുഷ്യരിൽ നിന്ന് അവിടുന്ന് ഒരു 5 ലക്ഷം, ഇവിടുന്ന് ഒരു 2 ലക്ഷം ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടി വീട്ടാൻ സമ്പത്ത് തികയൂല. ഇസ്ലാമിക നയമനുസരിച്ച് ഏത് വീട്ടണം? ആ സക്കാത്ത് കൊടുത്ത് വീട്ടണം. മനുഷ്യരുടെ കടങ്ങളെക്കാൾ മുൻഗണന നൽകേണ്ടത് മുഖദ്ദമൻ മിൻഹാ ദൈനുല്ലാഹി അലാ ദൈനിൽ ആദമിയ്യി, മതപരമായ കടബാധ്യതകൾക്കാണ്. എല്ലാ കടം വീട്ടണം. സമ്പത്തുണ്ടെങ്കിൽ എല്ലാം വീട്ടണം. എല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ടും ബാക്കിയുണ്ടെങ്കിൽ മക്കൾക്ക് ഓരിച്ചെടുക്കാം. കടങ്ങൾ വീട്ടിയാൽ ബാക്കിയുണ്ടാവില്ലെങ്കിൽ അവകാശമല്ല, ഞങ്ങളെപ്പാക്ക് സ്വത്തില്ല എന്ന് വെച്ചോളി, കാരണം കടത്തിനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാടുകളിൽ വലിയ കാര്യത്തിൽ മയ്യത്ത് പള്ളിയിൽ കെട്ടിപ്പോഞ്ഞ് കൊടുത്ത് വെച്ച് കണ്ട് കടങ്ങളൊക്കെ മൂത്ത മകൻ മുഹമ്മദ് കുട്ടി ഏറ്റെടുത്തിക്കണമെന്ന് പറയും. കുഴപ്പമില്ല, അതിലൊന്നുമല്ല തെറ്റ് കാണുന്നത്. എന്നിട്ട് മുഹമ്മദ് കുട്ടി ഏതാ വിട്ടുക? പലചരക്ക് കടയിൽ വാപ്പ കൊടുക്കാൻ പറ്റുവാശ് വെച്ച് ബാക്കി വെച്ചിട്ടുണ്ടാവും, കിട്ടുള്ളൂ. ആരെടുത്തുന്നെങ്കിലും ഉപ്പ കുറച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിട്ടും. അത് പള്ളി പറഞ്ഞില്ലെങ്കിലും കൊടുക്കേണ്ടി വരും, ആൾ പിന്നാലെ വരും. നിങ്ങൾക്കറിയോ നിയമം? മതപരവും മനുഷ്യരുമായുള്ള സർവ്വ കടങ്ങളും സ്വത്ത് തീരോളം വീട്ടിൽ മക്കൾക്കും കുടുംബത്തിനും നിർബന്ധമാണ്. അതിൽ എല്ലാം വീട്ടാൻ തികയില്ലെങ്കിൽ സക്കാത്ത് ഉൾപ്പെടെയുള്ള മതപരമായ കടങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. ഇത് ആരുടെ നിയമ? റബ്ബിൻ്റെ ദീന്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമം. അതുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. കച്ചവടക്കാർ അവനവൻ്റെ കാര്യം കേൾക്കുന്നവരൊക്കെ ബോധ്യപ്പെട്ടോളി. കച്ചവടങ്ങളിൽ സക്കാത്ത് കൊടുക്കാതിരുന്ന മരണത്തിൻ്റെ ശേഷം ആ കട നമ്മളെ പിന്തുടരും. മരിച്ചുപോയാൽ മുഅ്മിനീങ്ങളുടെ റൂഹുകൾക്ക് കിട്ടുന്ന വലിയ സന്തോഷമുണ്ട്. ഈമാനോടുകൂടി മരിച്ചോല് പോലും കടബാധ്യതകൾ ബാക്കി നിന്നാൽ ആ സന്തോഷ സ്ഥാനത്തേക്ക് എത്താതെ തടഞ്ഞു വെക്കപ്പെടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. നഫ്സുൽ മുഅ്മിൻ, മുഅ്മിനായി മരണപ്പെട്ടവൻ്റെ ആത്മാവ് മുഅല്ലഖുൻ, ബന്ധനത്തിലാക്കപ്പെടും. ബിദൈനി, കടം ബാക്കി നിൽക്കുന്ന കാരണം കൊണ്ട്, ഹത്താ യുഖ്ള, അത് വീട്ടപ്പെടുന്നത് വരെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാമ്പത്തിക രംഗത്തുള്ള ബിസിനസ്സുകാരും വ്യാപാരികളൊക്കെ സക്കാത്തിൻ്റെ കാര്യം മർമ്മമായി കാണണം. മരണശേഷത്തേക്ക് ബാക്കി വെക്കരുതേ എന്ന് അവനവൻ്റെ ഗുണത്തിന് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു സംഗതി, ആരായാലും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ അവരുടെ കടബാധ്യതകൾ കാര്യം നമ്മൾ ഗൗരവത്തിലെടുക്കുകയും മതപരവും മാനുഷികവും മനുഷ്യരുമായുള്ള എല്ലാ കടകളും വീട്ടാൻ അയാളുടെ സമ്പത്ത് തീരുന്നത് വരെ വീട്ടൽ നിർബന്ധം. സമ്പത്തില്ലെങ്കിൽ പോലും സ്വന്തം നമ്മുടെ കാശെടുത്ത് വീട്ടാൻ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം അവിടെ സലാമത്താവണമല്ലോ, അത് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാനിപ്പോൾ സംസാരം നിർത്തുക. പിന്നെ മരിച്ചോലെ ഛർദ്ദിക്കലെടുത്താണ് ഇപ്പോൾ പോയടത്തൊക്കെ പറഞ്ഞു പോകുന്ന ഒന്നേ കാര്യം, നമ്മളൊരാൾ മരണപ്പെട്ടാൽ പ്രിയപ്പെട്ടവർ വേഗത്തിൽ അയാൾ ഖബറടക്കാനുള്ള രീതികൾ ശ്രദ്ധിക്കണം. ഇപ്പം നാട്ടും പുറത്ത് മരിച്ച മയ്യത്തുകളിലും ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ കൂടിയിരിക്കണം. കാരണം ആരോ വരാനുണ്ട്, ഓഞ്ഞ 2 ദിവസം കഴിഞ്ഞേ എത്തുള്ളൂ. തമാശ പറയില്ല, എൻ്റെ അടുത്ത് മസല ചോദ്യങ്ങൾ വന്നതപ്പോൾ പറയുന്നത്. ആരോ വരാനുണ്ട്, ഓൻ 2 ദിവസം കഴിഞ്ഞേ എത്തുള്ളൂ. അപ്പം ആ മയ്യത്ത് മോർച്ചറി കൊണ്ടുവയ്ക്കുക, ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളിടത്തേക്ക് മാപ്പിളജാതികൾ കാര്യം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, അനിവാര്യമായ ചില കാരണങ്ങളെ കൊണ്ടൊക്കെ ചിലപ്പത്തിരി വൈകിപ്പോകും. ശരിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം നമ്മളെ വികാരത്തേക്കാൾ ആ ആൾക്ക് എന്താണോ ഹൈർ അതിലേക്ക് ശ്രദ്ധിക്കണം. എൻ്റെ ഉപ്പ മരണപ്പെട്ടാൽ എൻ്റെ ഉപ്പക്ക് ഏതാണോ ഹൈർ അതായിരിക്കണം എൻ്റെ മർമ്മം. എൻ്റെ ഉമ്മ മരണപ്പെട്ടാൽ എൻ്റെ ഉമ്മക്ക് ഏതാണോ ഹൈർ അതാണ് മർമ്മം. ആ ഹൈർ ആരാ പറഞ്ഞു തരേണ്ടത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മുത്തനബി പറഞ്ഞതിൻ്റെ വിഷയം അല്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയാണ്. ഇതാ മാത്ത അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഫഅസ്രിഉ ബിഹി ഇലാ ഖബ്രിഹി, പെട്ടെന്ന് കഴിയുന്നത്ര വേഗം ഖബറിലേക്ക് എത്തിക്കണമെന്നും മരണപ്പെട്ട മുസ്ലിമിന് ഏറ്റവും ഹൈർ പെട്ടെന്ന് ഖബറടക്കലാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി. പെട്ടെന്ന് തന്നെ സ്വാഭാവികമായൊരു താമസം എടുക്കരുത് എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ലാ യംബഗി ജീഫത്ത് മുസ്ലിമിൻ, മുസ്ലിം മരണപ്പെട്ടാൽ ഇനി ആ മയ്യത്തിന് നല്ലതല്ല അൻ തുഹ്ബസ ബൈന ളിഹ്റാനി അഹ്ലിഹി, ബന്ധപ്പെട്ടവരുടെ അടിയിൽ ഇനിയും ഖബറടക്കം നടത്താതെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കൽ ആ മയ്യത്തിന് നല്ലതല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ കൂടുതൽ വൈകിപ്പിക്കാതെ ഖബറടക്കലാണ് ആ നമ്മുടെ ഉപ്പക്ക് ഉമ്മക്ക് ജ്യേഷ്ഠന് ബന്ധപ്പെട്ടവർക്ക് നല്ലതെന്ന് നമ്മൾ തിരിച്ചറിയണം. ആരോ വരാൻ വേണ്ടി കൂടുതൽ വെച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ വിദേശത്തുള്ള സമയത്താണ് മരണം എപ്പോഴും നടക്കുമല്ലോ. അള്ളാഹു നമുക്കൊക്കെ ഹൈറായ ആയുസ് തരട്ടെ. മരണം എപ്പോഴും നടക്കാം. നമ്മൾ പ്രിയപ്പെട്ട നമ്മളോട് ഉമ്മ മരണപ്പെടും, ഉമ്മാനോട് വലിയ ഇഷ്ടമാണ്, നല്ല സംഗതിയാണ്.
ഉമ്മ മരണപ്പെട്ടപ്പോൾ നമ്മൾ UAE അല്ലെങ്കിൽ നമ്മൾ ഖത്തറില്ല. ഉമ്മ മരിച്ചു എന്നുള്ള വിവരം എത്തിയാൽ കൂടുതൽ വൈകാതെ നാട്ടിലെത്താൻ കഴിയുമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഉമ്മാനെ വേഗം ഖബറടക്കിക്കാളി, ഞാൻ വന്നോളാം, ഞാൻ വരാൻ വേണ്ടി നിങ്ങൾ ഉമ്മൻ്റെ മയ്യത്തെനിക്കും വേണ്ടി കാത്ത് വെക്കരുത് എന്ന് പറയാനുള്ള ഈമാനാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് ഖൈറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ സമയം വൈകാതെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മക്ക് ഖൈറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, എൻ്റെ ഉമ്മക്ക് ഖൈറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഖൈറും ഷർറും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സത്യം എന്ന വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ ഫഅസ്രിഉ ബിഹി ഇലാ ഖബരിഹി, പെട്ടെന്ന് ഖബറടക്കണമേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ലാ യംബഗി ലിദീഫത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ മയ്യത്തിന് നല്ലതല്ല, യോജിച്ച പണിയല്ല, മുസ്ലിമിൻ്റെ മയ്യത്തിന് ചേർന്ന പണിയല്ല. ഖബറടക്കം വെച്ചുകൊണ്ടിരിക്കലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ഉമ്മാനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഉമ്മാൻ്റെ ഖൈറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉമ്മ മരണപ്പെട്ട വിവരം അറിഞ്ഞാൽ പെട്ടെന്നെത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നല്ല റാഹത്തോടുകൂടി ഉമ്മാൻ്റെ ഖബറടക്കിക്കോളി, ഞാൻ വന്നോളാം, എന്നിട്ട് നമുക്ക് പോയിട്ട് ഖബർ പോയി കാണാം. ഒരു നോക്ക് നമ്മളെ കാണുന്ന കാഴ്ച എന്ന വികാരത്തിന് വേണ്ടി അതുങ്ങളൊരു നോക്കുങ്ങളൊന്ന് നോക്കിയിട്ട് ഉമ്മാൻ്റെ ദോഷം പൊറുക്കപ്പെടില്ല എന്നാൽ അതങ്ങനെ പുണ്യമുള്ള സംഗതിയൊന്നുമല്ല. അതിനു വേണ്ടി ഈ ഖബറടക്കം വെച്ചുകൊണ്ട് താമസിപ്പിക്കുന്ന ഒരു രീതി ശരിയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. അതുപോലെ ഞാൻ പോയയിടത്തൊക്കെ വളരെ നീട്ടിപ്പറഞ്ഞൊരു വിഷയമാണ് വിദേശത്ത് മരിച്ച മയ്യത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിലൊരുപാട് അപകടങ്ങളുണ്ട്. ഒരു മുസ്ലിം ഒരാൾ മരണപ്പെട്ട സ്ഥലത്ത് മരിച്ചാൽ അവിടെ തന്നെ ഖബറടക്കുക എന്നതാണ് പൊതുരീതി ഇസ്ലാമിൻ്റെത്. നഖ്ലുൽ മയ്യത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ചില കർമ്മശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിലപ്പുറം UAE മരണപ്പെട്ട ഒരു മയ്യത്ത്, നമ്മുടെ മകൻ UAE വെച്ച് മരണപ്പെട്ടാൽ, മരണം എപ്പോഴും നടക്കുക, റബ്ബിൻ്റെ ഖളാഇ തൃപ്തിപ്പെട്ട് ശറഅ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മകൻ UAE വെച്ച് അല്ലെങ്കിൽ ഒമാനിൽ വെച്ച്, ഖത്തറിൽ വെച്ച്, വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ടാൽ ആ മയ്യത്ത് അവസാനം ഒരു നോക്ക് നമുക്കൊന്ന് കാണണ്ടേ എന്നുള്ള ആ ഒരു വിചാരത്തിന് വേണ്ടി ആഴ്ചകളെടുത്തിട്ട്, ദിവസങ്ങളെടുത്തിട്ട് ആ മയ്യത്ത് നമ്മളെ മുന്നിലെത്തിക്കാം. എന്നിട്ട് അവസാനം ആ പെട്ടി തുറന്ന നേരം പോലെ നോക്കാൻ കഴിയില്ല, ഗന്ധം ഉയർന്നിട്ട്. ആ ഗന്ധം ആ ഒരു നോട്ടത്തിന് വേണ്ടി നമ്മൾ ഈ പ്രിയപ്പെട്ട മോനോട് ചെയ്തത് ക്രൂരതയാണ്. ഖബറടക്കം താമസിപ്പിക്കുന്നു എന്നുള്ള പ്രശ്നം ഒന്ന്, നഖ്ലുൽ മയ്യത്തിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയം മറ്റൊന്ന്. അതിലൊക്കെ അപ്പുറം ആ മയ്യത്ത് എംബാം ചെയ്യാമെന്ന രീതിയുടെ പേരിൽ ആ മയ്യത്തിന് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടാത്ത പല പണികളും അവിടെ ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് രക്തങ്ങൾ കുറഞ്ഞ അളവിൽ ഒഴിവാക്കുന്ന സംഗതികൾ ഉണ്ട്. ശരീരത്തിൽ നിന്ന് രക്തം ഒഴിവാക്കുന്ന രീതികൾ എംബാമിൻ്റെ ഭാഗമായി ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതില്ലെങ്കിൽ ആൽക്കഹോൾ അടക്കമുള്ള ലായനികൾ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിക്കയറ്റുന്ന രീതി എംബാമിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് പൊക്കിൾ പോലുള്ള ഭാഗങ്ങളിൽ അത്തരം മിശ്രിതങ്ങളുടെ ലായനികൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഫീസറിൽ വെക്കുന്നുണ്ട്. ശറഈൻ്റെ നിയമം കൂടുതൽ പറയാൻ എനിക്ക് സമയമില്ല. ഇതൊന്നും നമ്മുടെ ആ മരണപ്പെട്ട മകനെ അല്ലെങ്കിൽ ഉപ്പക്ക് ആരാണോ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റിയ സംഗതികളല്ല. ഇത്തരം ഒരു 100 കൂട്ടം അനിഷ്ടകരമായ സംഗതികൾ ചെയ്തതിൻ്റെ ശേഷമാണ് ദിവസങ്ങളോളം ഫീസറിൽ വെച്ച് ഐസിട്ട എന്ന നാടൻ ഭാഷയിൽ പറയാം ആ മയ്യത്ത് നമ്മുടെ മുന്നിലൊന്ന് എത്തേണ്ടത്. ആ പെട്ടി തുറന്നിട്ട് ഒരു നോട്ടം, ഒരു സുഖകരമല്ലാത്ത സങ്കടകരമായ നോട്ടത്തിന് വേണ്ടിയാണ് ഈ പ്രിയപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ടവരോട് ഈ ളുൽമ് എന്ന് തന്നെ ഞാൻ പറയുക ആക്രമണം ചെയ്തത്. എന്തേ നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മരണം എവിടെ വെച്ച് നടന്നാലും നമ്മുടെ ഒരു അവസാനത്തെ നോട്ടം, അത് ജീവനോടുകൂടി അന്ന് പോയത് അവസാന കാഴ്ചയാണെന്ന് സമാധാനിക്കാം, ഇനി സ്വർഗത്തിൽ കാണാൻ ആഗ്രഹിക്കാം. ഈ ഒരു ഇടങ്ങറുടിച്ചാന്ന് തന്നെ ഞാൻ പറയും. ഈ ഇടങ്ങറുടിച്ച ഒരു സെക്കൻഡിൻ്റെ നോട്ടത്തിന് വേണ്ടി എന്തെല്ലാം ദുൽമാണ് ആ പ്രിയപ്പെട്ട മയ്യത്തിനോട് ചെയ്തത്. അത് ശരിക്ക് കൃത്യമായി അറിഞ്ഞാൽ നമുക്ക് തന്നെ കരച്ചിൽ വരും. നിങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാണ്, അമ്മാവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പല പണികളും നമുക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തി. മരണപ്പെട്ടവരുടെ കടബാധ്യതകൾ തീർക്കലിൽ സക്കാത്തിയാനൊന്ന് തോണ്ടിപ്പോയിട്ടുണ്ട്. കടങ്ങൾ തീർക്കൽ മർമ്മമാണെന്ന് മനസ്സിലാക്കുക. മരണപ്പെട്ടാൽ ഉടനെ ഖബറടക്കമെന്ന രീതിയാണ് കൂടുതൽ ഗുണകരമെന്ന് മനസ്സിലാക്കുക. ഗൾഫിലും വിദേശത്ത് മരിച്ച മയ്യത്തുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ മതപരമായി ധാരാളം അബദ്ധങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഗൾഫിൽ മരിച്ച മയ്യത്ത് ഇങ്ങോട്ട് എത്തിക്കലാണ് വലിയ ജനസേവനം എന്ന നിലക്ക് അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവർ തിരിച്ചറിയുക, അതിൽ അപകടമുണ്ട്. ഇത് ഒരു മരിച്ച വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ റമദാനിൽ ഞാൻ പോയ ക്ലാസ്സുകളിലൊക്കെ ചിലയിടത്തേക്ക് വിഷയം തന്നെ അതാണ് കൊടുത്തതൊന്നും ഉണർത്തുന്നു മാത്രം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാനിങ്ങനെ നാടൻ ഭാഷയിലിരുന്ന് കുറേ കാര്യം പറഞ്ഞു.
മനസ്സ് തട്ടിയാൽ ഉപകാരം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം.